അടുത്ത ചോദ്യം ഇതാണ്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് ഈ പ്രാവശ്യം റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷന്റെ ഭാഗത്തു നിന്നാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിന്നിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ഇപ്പൊ 1-2 സംഘടനകളുടെ മോഡൽ പരീക്ഷ ഇപ്പോൾ വരാൻ പോവുകയാണ്. അപ്പൊ ആ മോഡൽ പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ധാരാളം കളക്ട് ചെയ്യുക. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ നിന്ന് പരമാവധി നമ്മൾ ഈ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷനായിട്ട് ബന്ധപ്പെട്ട എക്സ്പോണന്റായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക. ഞാനിപ്പോൾ ഒരു ചോദ്യം തരാൻ പോവുകയാണ്. 5⁴ all raised to 2. അത് എത്രയാണെന്ന് നമുക്കറിയാം. ഇൻറ്റു 5⁵ all raised to 3. അതും നിങ്ങൾക്കറിയാം. ഡിവൈഡഡ് ബൈ 5⁵2 all raised to 2 into 5⁴ all raised to 5. ഇതാണ് ചോദ്യം. ഇത് ലഘൂകരിച്ചാൽ അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്താൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സിംപ്ലിഫൈഡ് ഫോം എന്നൊക്കെയാണ് വരിക. ആ സിംപ്ലിഫൈ ചെയ്താൽ ഇതിലേത് ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടുക? 5² ആണോ, 125 ആണോ, അല്ലെങ്കിൽ 1/25 ആണോ, അതല്ലെങ്കിൽ 1/5 ആണോ? ആ ചോദ്യം ഒന്ന് വായിച്ചപ്പോ ഹോസ്റ്റായ ഏതെങ്കിലും ഒരു കുട്ടി. Five raised to 4 all raised to 2 into 5⁵ all raised to 2 divided by 5⁵ all raised to 2 into 5⁴ raised to 5. Options are ഓപ്ഷൻ ഏതൊക്കെയാണ്? 5⁵2 125 1/25 1/5. ഓക്കെ, കുട്ടികളെ ഒന്ന് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ലഘൂകരിച്ചാൽ അത് ഏതാണ് കിട്ടുക എന്ന് നിങ്ങൾ നോക്കൂ. ലഘൂകരിച്ച രൂപം. ശരി, മൈക്ക് ഇപ്പോൾ ഓണാണ്, നിങ്ങൾക്കും സംസാരിക്കാം. ഏതെങ്കിലും കുട്ടിക്ക് അത് ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയാം. 1/5 ആണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം 1/5 ആണോ. ഇവിടെ 5⁴ into 2 നമുക്ക് 8 കിട്ടും. ഇൻറ്റു 5⁵5 into 3 നമുക്ക് 15 കിട്ടും. ഡിവൈഡഡ് ബൈ 5⁴ കിട്ടും. ഇൻറ്റു 5⁻20 കിട്ടും. പിന്നീട് നിങ്ങൾ എന്താണ് ചെയ്തത്? 5⁻7 ഈ 8ഉം 15ഉം തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 23 കിട്ടും. ഡിവൈഡഡ് ബൈ 5⁻24 കിട്ടും. ഓഹോ, അപ്പൊ ഈ 23 എന്ന ചെറിയ സംഖ്യ മുകളിൽ പോയി 24 എന്ന വലിയ സംഖ്യ താഴെയും വന്നു. നിങ്ങൾക്കറിയാലോ അത് 1/, ആണ് കിട്ടുക എന്നുള്ളത്. അപ്പൊ നമുക്ക് നേരെ തിരിച്ചായിരുന്നെങ്കിൽ 5⁻24 ഡിവൈഡഡ് ബൈ 5⁻23 ആയിരുന്നെങ്കിൽ നമ്മളൊന്നും നോക്കണ്ട. 24 23 മൈനസ് ചെയ്ത 1 ആണ്. പക്ഷെ അത് നേരെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അത് 1/5 ആണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആണ്. ശരി, അപ്പോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം നമുക്ക്
മനോഹരമായ ഒരു ചിത്രം വരയ്ക്കാം. ആ ചിത്രം ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു റെക്ടാങ്കിൾ ആണ് ആദ്യം. അപ്പൊ നമുക്ക് റെക്ടാങ്കിൾ അങ്ങോട്ട് വരയ്ക്കാം. നിങ്ങളും എന്റെ കൂടെ വരച്ചാണ്. വരച്ചു കഴിഞ്ഞാൽ യെസ് എന്ന് പറയാം. റെക്ടാങ്കിളിനെ ഞാൻ താഴെ ഒരു ചെറിയൊരു റെക്ടാങ്കിൾ ആക്കി മാറ്റിയിട്ടുണ്ട്. യെസ് എന്ന് പറയാം. ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യാൻ യെസ് എന്ന് പറയാം. ഇതാണ് നമ്മുടെ ചിത്രം. ഇനി എന്തൊക്കെയാണ് ഇതിൽ ഒരു ആവശ്യപ്പെടുന്നത് നമുക്ക് നോക്കാം. എന്തൊക്കെയാ തന്നതെന്ന് നോക്കാം. ഇങ്ങനെ ഒരു ചിത്രം നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ? യെസ് പറഞ്ഞോ? ഇല്ലേ? കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടെങ്കിൽ പറയുക എന്തൊക്കെയാണ് ഇതിൽ തരുന്നത്, എന്താണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടവർക്ക് പറയാലോ എന്താ കണ്ടുപിടിക്കേണ്ടത്. ആരെ യെസ് പറഞ്ഞത്? ശരി, എന്തായാലും തന്ന കാര്യങ്ങൾ ഞാൻ ഇവിടെ എഴുതാൻ പോവുകയാണ്. ഇവിടെ ആദ്യം തന്നിരിക്കുന്ന ഈ ഒരു ചതുരത്തിന്റെ റെക്ടാങ്കിളിന്റെ ഏരിയ 18 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഒക്കെ സെന്റിമീറ്റർ സ്ക്വയറിലാണ്. രണ്ടാമത്തത് 6ആണ്. ഈ അവസാനം കാണുന്നത് 2ആണ്. ഇപ്പൊ 18ഉം 6ഉം 2ആണ് ഇവിടെ നമുക്ക് ഏരിയ തന്നിരിക്കുന്നത്, അതായത് പരപ്പളവ് തന്നിരിക്കുന്നത്. നിങ്ങളോടുള്ള ചോദ്യം, ഈ പരപ്പളവ് തരാത്ത ഒരു ചതുരമുണ്ട് ഇവിടെ, അത് ഞാൻ എക്സ് എന്ന് പേര് കൊടുക്കുകയാണ്. ആ ചതുരത്തിന്റെ പരപ്പളവത്തിലേക്ക് എന്റെ ചോദ്യം ഒന്ന് വായിച്ചു. ഇവിടെ തന്നിരിക്കുന്ന ചിത്രത്തിൽ 4 ചതുരങ്ങളായ ഒരു ചതുരത്തെ ബാഹിച്ചിരിക്കുന്നു. ഒന്നാമത്തെ വലിയ ചതുരത്തിന്റെ പരപ്പളവ് 18 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. രണ്ടാമത്തെ ചതുരത്തിന്റെ പരപ്പളവ് 6 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. മൂന്നാമത്തെ ചതുരത്തിന്റെ ഏറ്റവും ചെറിയ ചതുരത്തിന്റെ 2 സെന്റിമീറ്റർ സ്ക്വയറുമാണ്. അതിനിടയിൽ മൂന്നാമതായി വരുന്ന ചതുരത്തിന്റെ പരപ്പളവ് എത്ര? എങ്ങനെയാ കണ്ടുപിടിച്ചത്? 2 ആണെന്ന് പറയുമ്പോൾ ഒരു സൈഡ് എന്തായാലും 1 ആയിരിക്കുമല്ലോ. 1 × 2 മാത്രമല്ല അതിന്റെ ഫാക്ടേഴ്സ്. ഒരു മിനിറ്റ് ആയിക്കോട്ടെ. 2 ആണെങ്കിൽ ഒരു സൈഡ് 1 ആയിരിക്കും. അപ്പൊ ഒരു സൈഡ് 1 ആകാൻ സാധ്യത ഇവിടെ തന്നെ ആയിരിക്കും അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ 2 × 1 2 കിട്ടി. അത് ശരി. പിന്നെ അപ്പൊ മേളിലും 2 ആയിരിക്കുമല്ലോ. മേളിൽ ഇവിടെ 2 ആയിരിക്കും. അപ്പൊ 2 × 3 അല്ലേ 6. അപ്പൊ 6 കിട്ടണമെങ്കിൽ ഒരു 3 കൊണ്ട് ഗുണിക്കണം എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ 3 divided by 18 ചെയ്യുമ്പോൾ 6 കിട്ടും. ഇവിടെ 3 അല്ലേ എന്തായാലും വരും. ഇവിടെ 1 അല്ലേ വരും. ശരി, അത് മനസ്സിലായി. അപ്പൊ ഈ 18 കിട്ടണമെങ്കിൽ ഇവിടെ എത്രയായിരിക്കണം? 6. അപ്പൊ ഇവിടെ 6 ആണെങ്കിൽ ഇവിടെ 6 ആയിരിക്കണ്ടേ? യെസ്. 6 × 1 6 അല്ലേ? അതല്ലേ ഉദ്ദേശിച്ചത്? മനസ്സിലായോ? ഒന്നുകൂടി പറയണമെങ്കിൽ ഒന്നുകൂടി പറയണമെങ്കിൽ 1 സെക്കൻഡ് പറഞ്ഞാൽ മതി. പറയാം. വേണ്ടെന്ന് തോന്നുന്നു. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇത് എളുപ്പമാണ്. ഇങ്ങനത്തെ ചോദ്യമൊക്കെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യം വേറെ ഒരു ചിത്രമാണ്. അതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. അതാരാ അവിടുന്ന് ഓൺ ചെയ്ത് പിടിച്ചത്? അതല്ലേ ഞാൻ ഇന്നലെ മൈക്ക് എല്ലാവരും ഓഫ് ചെയ്യുന്നത്? ഓൺ ചെയ്ത് പിടിക്കല്ലോ മക്കളെ. ശരി, അടുത്ത ചോദ്യം നമുക്കൊരു ചെറിയൊരു കുസൃതി ചോദ്യമാണ്. ഫെർമിൻ ജോസ് ചോദ്യം തന്നോട്ടെ. ഫെർമിൻ ജോസ് മൈക്ക് ഓഫ് ആയിരിക്കും. കോഹോസ്റ്റായ കുട്ടിയാരോട് മുന്നോട്ട് വാ. ചോദ്യം തരട്ടെ? അപ്പൊ ഞാനൊരു വട്ടം വരച്ചു, ഒരു പ്ലസ് എഴുതി.
അവിടെ ഒരു സ്റ്റാർ കൊടുത്തു. അത് രണ്ടും കൂടി കൂട്ടിയപ്പോൾ എനിക്ക് ആ വട്ടം തന്നെ കിട്ടി. പിന്നെ ഞാനൊരു റെക്റ്റാങ്കിൾ വരച്ചു. അതിന്റെ കൂടെ ഞാൻ ഈ വട്ടം തന്നെ കൂട്ടിയപ്പോൾ എനിക്ക് ആ റെക്റ്റാങ്കിൾ തന്നെ കിട്ടുന്നു. എന്ത് രസമായി ഇതൊക്കെ. ആ റെക്റ്റാങ്കിൾ പോയോ? യെസ്, ആ റെക്റ്റാങ്കിൾ തന്നെ കിട്ടുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ആ റെക്റ്റാങ്കിളും തമ്മിൽ കൂട്ടുകയാണ്. നിങ്ങളും വരയ്ക്കണേ എന്റെ കൂട്ടത്തിൽ. ഞങ്ങളുടെ വരയ്ക്കുന്ന അത്ര വൃത്തിയിലൊന്നും വരുന്നില്ല, എന്നാൽ നിങ്ങൾക്കത് വരയ്ക്കാം. പിന്നെ ഇങ്ങനെ ഒരു സാധനം കിട്ടി. പിന്നെ ഞാൻ വരയ്ക്കുന്നു റെക്റ്റാങ്കിൾ വീണ്ടും ആയിട്ടില്ല. അതിന്റെ കൂടെ ഞാനൊരു ട്രയാങ്കിൾ കൂട്ടുകയാണ്. എനിക്ക് ഓവൽ ഷേപ്പിലുള്ള വേറൊരു സാധനമായിട്ട്. എന്റെ ചോദ്യം ഇതാണ്, ഇത് ഞാൻ അങ്ങോട്ട് വെറുതെ ഒന്ന് ഷെയ്ഡ് ചെയ്യാണ്. നമുക്കൊന്നും വേണമെങ്കിൽ ഷെയ്ഡ് ചെയ്യാം. ഷെയ്ഡ് ചെയ്ത് ഇതിങ്ങനെ ഷെയ്ഡ് ചെയ്തു. ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക. ഈ ഒരു ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ ഓൾ ഷേപ്പിലുള്ള ഈ ഒരു സാധനത്തിന് വില എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. അതിന് മുമ്പ് ചില സൂചനകൾ തരികയാണ്. ഈ ക്രിയകളിലെ ഓരോ രൂപവും 0, 1, 2, 3, 4, 5 എന്നീ സംഖ്യകളിൽ ഒന്നിനെ സൂചിപ്പിക്കുകയാണ്. അപ്പം 0 സൂചിപ്പിക്കുന്നുണ്ട്, പിന്നെ അതുപോലെ നിങ്ങൾക്ക് 1നെ സൂചിപ്പിക്കുന്നുണ്ട്. 0 ഞാൻ അവിടെ എഴുതാം. അപ്പം 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. നിങ്ങൾക്ക് ഇതിന് എന്ത് വില വേണമെങ്കിൽ കൊടുക്കാം. ഒരു നമ്പർ ഒരു പ്രാവശ്യം കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന, അവസാനം മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ഷേപ്പിന്റെ അത് എന്തിനെയായിരിക്കും സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻസ് തരാൻ പോവുകയാണ്, ശ്രദ്ധിക്കുക. 2, 3, 4, 5. ഫർമിൻ ജോസ്, ആ ചോദ്യം ഒന്ന് വായിച്ചു കൊടുക്കണേ മോനെ. ഞാന് അല്ലെങ്കിൽ കോഹോസ്റ്റായ ഏതെങ്കിലും ഒരു കുട്ടി മുന്നോട്ട് വന്നിട്ട് ആ ചോദ്യം എന്താന്ന് വ്യക്തമാക്കും. ഫർമിൻ ജോസ്. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിരിക്കുന്നു. ആദ്യം ഒരു വട്ടവും ഒരു നക്ഷത്രവും കൂട്ടുമ്പോൾ ആ വട്ടം തന്നെ കിട്ടുന്നു. രണ്ടാമത് ഒരു ചതുരവും ഒരു വട്ടവും കൂട്ടുമ്പോൾ ആ ചതുരം തന്നെ കിട്ടുന്നു. മൂന്നാമത് ചതുരവും കൂട്ടുമ്പോൾ ഒരു ഡയഗണൽ ഷേപ്പ് സാധനം, ഒരു ഡയഗണൽ ഷേപ്പ്. ഒരു മിനിറ്റ്. ഇവിടെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ആദ്യത്തെ കൂട്ടുകയാണ്, രണ്ടാമത്തത് നമ്മള് മൾട്ടിപ്പിൾ ചെയ്യാൻ വേണ്ട. എനിക്ക് എന്തോ മിസ്റ്റേക്ക് തോന്നി അവിടെ. ചെറിയ പ്രശ്നം. ഒറ്റ. മൂന്നാമത്തതും നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യാണ് വേണ്ടത്. അപ്പോഴാണ് കുട്ടികൾക്ക് അത് ക്ലിയർ ആവും. മൾട്ടിപ്പിൾ ചെയ്തു. നാലാമത്തത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്ലസ് ചെയ്താൽ റെഡിയാവും. അതാണ് അത് ഈ ചോദ്യത്തിൽ വന്ന പ്രശ്നമാണ്. നാലാമത്തെ നമുക്ക് പ്ലസ് ചെയ്യാം. നാലാമത്തെ പ്ലസ്. ഇനി അത് വായിച്ചു കൊടുക്കും. ചിത്രം ഒരു വട്ടവും ഒരു നക്ഷത്രവുമാണ്. അത് രണ്ടും കൂട്ടുകയാണ് നമ്മൾ അത് ചെയ്യുന്നത്. അന്നേരം നമ്മൾക്ക് വട്ടം തന്നെ കിട്ടുന്നു. രണ്ടാമത്തതിൽ ചതുരവും വട്ടവുമാണുള്ളത്. അത് തമ്മിൽ നമ്മൾ ഗുണിക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം നമ്മൾക്ക് ചതുരം തന്നെ കിട്ടുന്നു. മൂന്നാമത്തതിൽ ചതുരം ഇൻഡോ ചതുരമാണ്. അതിൽ നമുക്ക് ഡയമണ്ട് ഷേപ്പ് എന്തോ ഒരു ഇത് കിട്ടുന്നു. നാലാമത്തതിൽ ചതുരവും ഒരു റെക്ടാങ്കിളുമാണ്. അതിൽ നമുക്കൊരു ഓവൽ ഷേപ്ഡ് 1 കിട്ടുന്നു. ഈ ഓവൽ ഷേപ്ഡ് 1ന്റെ വില എത്രയായിരിക്കും? അതാണ് നമ്മളോടുള്ള ചോദ്യം. അതാണ്. അപ്പൊ നമ്മൾ ആ ക്രിയകൾ അങ്ങനെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ശരി, ആർക്കെങ്കിലും ഇത് പറയാൻ പറ്റുമെങ്കിൽ പറയാം. ആൻസർ 5 ആണോ? 5 ആണ്. ആ 5 പറഞ്ഞ കുട്ടിയുടെ പേരെന്താ? നിരഞ്ജന.
രഞ്ജന എങ്ങനെയാ 5 കിട്ടിയ മോളെ പറ. അതായത് ഇപ്പോ ഈ ഫസ്റ്റത്തെ കണക്കിൽ 0 പ്ലസ് സ്റ്റാർ കൊടുത്തേക്കുന്നത് ഇപ്പൊ 0 1 ആവാം, 2 സ്റ്റാർ 0 ആവാം, അങ്ങനെയല്ലേ 0 കിട്ടാറ്? 0 1 ആകാം. അങ്ങനെയാണെങ്കിൽ 1നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലായിരിക്കും 0 1നോട് എന്ത് കൂട്ടിയാലാണ് ഇതന്നെ കിട്ടുക? 1 തന്നെ കിട്ടുക. 0. അങ്ങനെയാണെങ്കിൽ സ്റ്റാർ 0 ആയിരിക്കും അല്ലേ? യെസ്. ഓക്കെ, അപ്പൊ നമ്മള് 1 ഇവിടെ പോയി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ പോരെ, ഈ വട്ടത്തിലൊക്കെ നമുക്ക് 1 കൊടുത്തോളൂ ഇപ്പൊ. കൊടുക്കാം സർ. ആ, അങ്ങനെയാണെങ്കിൽ 1നെ ഏത് കൊണ്ട് ഗുണിച്ചാലാണ് അതേ സംഖ്യനെ കിട്ടുക? ഏത് സംഖ്യ വേണമെങ്കിൽ ഗുണിച്ചാൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇത് വട്ടത്തിനെ കിട്ടുന്നു. അതിന്റെ ഇടയ്ക്ക് നമുക്ക് ചെറിയൊരു പരിപാടി വേടെടുത്താലോ? ഒരു ചതുരം ഇവിടെ കൂട്ടിയിരിക്കുന്ന റെക്ടാംഗിൾ തന്നെ ഗുണിച്ചിരിക്കുന്നത്. അത് ഒരു സ്ക്വയർ നമ്പർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയർ നമ്പർ ഇവിടെ ഉള്ളത് ആകെ 4 അല്ലേ? ആ 4 നമുക്ക് ഇവിടെ കൊടുത്താലോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ചതുരത്തിലായിരിക്കും 2 ആയിരിക്കും. ഇപ്പൊ 2 × 2 ആണ് 4. ശരി, ഇവിടെ ഈ വട്ടത്തിന് നമുക്ക് 1 കിട്ടിയിട്ടുണ്ടെങ്കിൽ 2നെ നമുക്ക് 1 കൊണ്ട് ഗുണിച്ചാൽ 2 എന്നല്ലേ കിട്ടുന്നത്? അതെ സർ. ശരി, അപ്പൊ നമുക്ക് ഈ ചതുരത്തിന് നമുക്ക് ഇവിടെ 2 എന്ന വില എന്തായാലും കിട്ടിക്കഴിഞ്ഞു. 2നോട് നമ്മൾ ഏത് സംഖ്യ കൂട്ടണം എന്നുള്ളതാണ് ചോദ്യം. 2നോട് 3 കൂട്ടണം. എങ്കിൽ ഇവിടെ കിട്ടാത്ത സാധനം 5 കിട്ടും. മറ്റുള്ള കുട്ടികൾ എന്ത് പറയുന്നു? മനസ്സിലായത്? ഏതെങ്കിലും മനസ്സിലായി? ഓക്കെ, മതി. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് പിന്നീട് വേണമെങ്കിൽ അത് പറഞ്ഞു തരുന്നതാണ്. ശരി, ഇവിടെ വേറെ ഒരു ചോദ്യം വരാം. ചോദ്യം നിങ്ങൾ ഉണ്ടാക്കണം. അതിന്റെ ആൻസറിലേക്ക് മാത്രമല്ല, അത് വന്ന വഴികളും ഒക്കെ ഞാൻ പറയാം. പക്ഷെ ചോദ്യം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. ഓപ്ഷൻ ഇങ്ങനെയാണ് തരിക: 0, 2, 6, 3 ഇങ്ങനെയൊക്കെ വരാം, അല്ലെങ്കിൽ 4 വരാം, എന്തുവേണേ തന്നെ. ഓപ്ഷനാണിത്. ഇതാണ് ഓപ്ഷൻസ്. ഇനി അതിലേക്ക് വരുന്ന ഒരു കാര്യം ഞാൻ പറയാൻ പോവുകയാണ്. ചോദ്യം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ പറയണം. ഒരു സംഖ്യ 0-ൽ അവസാനിക്കുന്ന വിചാരിക്കുക, ഒരു സംഖ്യ 1-ൽ അവസാനിക്കണം. അപ്പൊ 0-ൽ അവസാനിക്കുന്ന 1-ൽ അവസാനിക്കുന്ന സംഖ്യ തമ്മിൽ ഗുണിച്ചാൽ 0 ആയിരിക്കുന്ന കാര്യം നിങ്ങൾക്കറിയാം. ഒരു സംഖ്യ 2-ൽ അവസാനിക്കുന്നു, ഒരു സംഖ്യ 1-ൽ അവസാനിക്കുന്നു. 1-ലും 2-ലും അവസാനിക്കുന്ന സംഖ്യയുടെ മൾട്ടിപ്പിൾ ചെയ്താൽ 2 ആണെന്ന് നിങ്ങൾക്കറിയാം. ഒരു സംഖ്യ 3-ൽ അവസാനിക്കുന്നു, 2-ൽ അവസാനിക്കുന്നു. 3-ഉം 2-ഉം തമ്മിൽ ഗുണിച്ചാൽ 6 ആണെന്ന് നിങ്ങൾക്കറിയാം. ഒരു സംഖ്യ 4-ൽ അവസാനിക്കുന്നു, ഒരു സംഖ്യ 3-ൽ അവസാനിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവസാനിക്കുന്നത് 2-ലാണെന്ന് നിങ്ങൾക്കറിയാം. 5-ൽ അവസാനിക്കുന്നു, 4-ൽ അവസാനിക്കുന്നു, 0-ലാണ് അവസാനം വരിക, യൂണിറ്റ് പ്ലേസിൽ വരിക നിങ്ങൾക്കറിയാം. 6-ൽ അവസാനിക്കുന്നു, 5 കൊണ്ട് ഗുണിക്കുന്നു, നിങ്ങൾക്ക് 0 ആണ് വീണ്ടും കിട്ടുക എന്ന് നിങ്ങൾക്കറിയാം. 7-ൽ അവസാനിക്കുന്നു, 6-ൽ അവസാനിക്കുന്നു, ആ സംഖ്യ അവസാനിക്കുന്നത് 2-ലാണെന്ന് അറിയാം. 8-ൽ അവസാനിക്കുന്നു, 7-ൽ അവസാനിക്കുന്നു, അത് വീണ്ടും 6-ലേക്കാണെന്ന് വരുന്നത് നിങ്ങൾക്കറിയാം. ഒരു സംഖ്യ 9-ൽ അവസാനിക്കുന്നു, 8-ൽ അവസാനിക്കുന്നു, ഗുണിച്ചു കഴിഞ്ഞ 2-ലേക്കാണെന്ന് വരിക നിങ്ങൾക്കറിയാം. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഇങ്ങനെ ഒരു ചോദ്യം ക്രിയേറ്റ് ചെയ്യാം. ആർക്കും പറയാം. മൈക്ക് ഓൺ ആകട്ടെ. ഓണാണെന്ന് എനിക്ക് തോന്നുന്നത്. ഫെർമിൻ ജോസ്, മൈക്ക് ഓൺ ആണ്. എങ്ങനെ ഒരു ചോദ്യം ക്രിയേറ്റ് ചെയ്യാം? ആർക്കും പറയാം. നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കുന്ന സംഗതി ഇതാണ്, ശ്രദ്ധിക്കുക. ഏതൊരു സംഖ്യ ഈ ഏതെങ്കിലും അക്കത്തിലാണെങ്കിൽ അവസാനിക്കുക.
ഒന്നുകിൽ 0-ൽ അവസാനിക്കും, അല്ലെങ്കിൽ 2-ൽ അവസാനിക്കും, 3-ൽ അവസാനിക്കും, 4-ൽ 9-ൽ അവസാനിക്കും. ശരിയാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അവസാനിക്കുന്ന 2 സംഖ്യകൾ അക്കത്തെ സംഖ്യ തമ്മിൽ ഗുണിക്കുമ്പോഴാണല്ലോ ഇതിന് കിട്ടുന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഗവൺമെന്റ് ജോസ്. 0-ഉം 2-ഉം 6 മാത്രമേ കാണുള്ളൂ. ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. ആർക്കും പറയാം, പേര് പറഞ്ഞാൽ എത്ര കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്? 165. എനിക്ക് തോന്നുന്നത് ഞാൻ ഇന്നലെ ആദ്യം ഞാൻ മെസ്സേജ് കൊടുത്ത സമയത്ത് വൈകുന്നേരം 5:30 സംശയം. 5:30 PM കൊടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചില കുട്ടികൾ അത് പിന്നീട് കൊടുത്തത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ശരി, നമുക്ക് 5:30-ക്ക് അപ്പോഴാണ് ഒരു ടീച്ചർ എന്നെ വിളിച്ചു ചോദിച്ചത്, ഇങ്ങനെ 5:30 വൈകുന്നേരമായി പോയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ പിന്നീട് മാറ്റി കൊടുത്തത്. സാരമില്ല, മറ്റുള്ള കുട്ടികൾ ഇത് കാണണേ. ആർക്കെങ്കിലും ഇതിന്റെ ആൻസർ അറിയാമെങ്കിൽ പറയാം. ആൻസർ അല്ല, ചോദ്യം ഉണ്ടാക്കണം. ഫെർമിൻ ജോസ്, ഒരു കൈ നോക്കുന്നു. എനിക്ക് ആൻസർ കിട്ടുന്നത് ജോസ് 3 ആയിരിക്കണം. എനിക്ക് ആൻസർ കിട്ടേണ്ടത് ഇതിൽ 3 ആയിരിക്കണം. ഇവിടെ ആൻസർ കിട്ടുന്നത് 3 വരില്ലല്ലോ. പേര് പറയൂ ആ കുട്ടിയുടെ. ഋതു ഏത് സ്കൂളാണ് ഋതു? പ്രോവിഡൻസ്. അപ്പൊ ഋതു എങ്ങനെയാ ചോദ്യം ക്രിയേറ്റ് ചെയ്യാം? ഇതെല്ലാം നമ്മൾ 1 to 9 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാത്ത ഒരു നമ്പർ ആണല്ലോ 3. ലാസ്റ്റ് ഡിജിറ്റിൽ വരാത്തതാണല്ലോ 3. അപ്പം ഞാനതിന്റെ മലയാളം പറയട്ടെ, ഋതു അതിന്റെ ഇംഗ്ലീഷ് പറയാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് 2 അടുത്ത സംഖ്യകളുടെ ഗുണനഫലത്തിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് വരാത്തത്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് 2 അടുത്ത സംഖ്യകളുടെ ഗുണനഫലത്തിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് വരാത്തത്? Which of the following ഗുണനഫലം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ചെയ്യാൻ പ്രൊഡക്റ്റ്. Find the product of 2 consecutive. ആർക്കും അറിയാം? ഞാൻ ഈ പറഞ്ഞതിന്റെ ഇംഗ്ലീഷ് സർ ഒന്നുകൂടെ പറയോ മലയാളം? കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് 2 അടുത്തടുത്ത കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ, 2 അടുത്തടുത്ത നാച്ചുറൽ നമ്പേഴ്സിന്റെ ഗുണനഫലത്തിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് യൂണിറ്റ് പ്ലേസ്, ഡിജിറ്റിന്റെ യൂണിറ്റ് പ്ലേസിൽ വരാത്തത്? ഫെർമിൻ ജോസ്. അതിന്റെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു. Write down the products of consecutive which of the following number is not appear in the unit place of digit, the product of 2 consecutive natural numbers? 2 അടുത്ത നാച്ചുറൽ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റിന്റെ യൂണിറ്റ് പ്ലേസിൽ വരാത്തത് താഴെ കൊടുത്തിരിക്കുന്നത് ഏതാണ്? സർ പറയട്ടെ. Which among the following is not the find the unit place of the product of 2 consecutive natural numbers is not appear. Sir, can I? Yes, അതാരാണ്? കേരള എന്ന് പറഞ്ഞ കുട്ടി. നിരഞ്ജന. നിരഞ്ജന പറയൂ. Which of the following numbers cannot be the unit place of product of 2 consecutive natural numbers? Okay. അല്ലെങ്കിൽ which of the following number is not appear in the unit place of the consecutive natural, the product of 2 consecutive natural numbers? ഏത് സ്കൂളാണ് നിരഞ്ജന? GHS പാലിശ്ശേരി. ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ചോദ്യം മനസ്സിലായിട്ടില്ല എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം
ഏത് സംഖ്യയുടെയും യൂണിറ്റ് ബേസിൽ വരാൻ സാധ്യതയില്ലെന്നത് മാത്രമല്ലേ ഉള്ളൂ, ഈ 10 ഡിജിറ്റല്ലേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യൂണിറ്റ് ബേസിന് നമുക്ക് ഈ സംഖ്യകൾ അടുത്തടുത്ത് വന്നാൽ 2 അടുത്തടുത്ത നാച്ചുറൽ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റില് നിങ്ങൾ അത് ഗുണിച്ചു നോക്കൂ. 2 അടുത്തടുത്ത നാച്ചുറൽ നമ്പേഴ്സ് തമ്മിൽ ഗുണിച്ചു നോക്കൂ. ആ ഗുണനഫലത്തിന്റെ അവസാനത്തെ അക്കം 0, 2, 6 മാത്രമേ വരൂ. അപ്പൊ ചോദ്യം ക്രിയേറ്റ് ചെയ്യാണ്. ഇതല്ലാത്ത വേറെ ഏതെങ്കിലും നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പൊ 0, 2, 6 മാത്രമേ വരൂ. അങ്ങനെ വരുമ്പോൾ ആ യൂണിറ്റ് പ്ലേസിന്റെ അവസാനത്തെ അക്കമായിട്ട് വരാത്തത് ഏത് എന്ന് ചോദിച്ചാൽ ഇതിലല്ലാത്ത വേറെ ഏത് അക്കവും നിങ്ങൾക്ക് എഴുതാം. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്നിച്ച് യെസ് എന്ന് പറയാം. ഇനി അടുത്ത ചോദ്യം ഇതാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നമ്പറാണ് 288 എന്ന ഈ 3 അക്ക സംഖ്യ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ എന്തിനാണ്? അടുത്തൊരു മിനിറ്റ് മൈക്കൊന്ന് ഓഫ് ചെയ്യട്ടെ. അമിക്കബിൾ നമ്പർ അല്ലേ 254 അമിക്കബിൾ നമ്പറിൽ പെട്ടതല്ല. ഞാൻ മൈക്ക് ഓഫ് ചെയ്തു. കോഹോസ്റ്റായ കുട്ടികൾക്ക് ഇപ്പൊ മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കാൻ തോന്നുന്നു. കോഹോസ്റ്റായ കുട്ടികൾക്ക് അറിയാമെങ്കിൽ അറിയാമെന്നറിയില്ലെങ്കിൽ ഇല്ലാന്നറിയാം. ഞാൻ എന്തിനാണ് ഈ 288 ഇത്രയേറെ സ്നേഹിക്കുന്നത്? 9ന്റെ ഗുണിതമായ ആദ്യ എല്ലാ അക്കങ്ങളും ഇരട്ടയായത്. ശരിയാണ്. 288 ചുറ്റിപ്പറ്റിക്കൊണ്ട് മുമ്പ് ഒരു ചോദ്യം വന്നു. ഓപ്ഷനിൽ 288 ഉണ്ടായിരുന്നു. ആ 288 എന്ന സംഖ്യ ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. എങ്ങനെ ചോദ്യം വന്നെന്നറിയോ? മക്കൾ 9ന്റെ മൾട്ടിപ്പിൾ നോക്കൂ. 1 9 9, 2 × 9 2 × 9 18, 3 × 9 27. ഇവിടെ 9 ഒറ്റസംഖ്യയാണ്, 1 ഓഡ് നമ്പറാണ്, 7 ഓഡ് നമ്പറാണ്, 4 × 9 36 വന്നാൽ 3 ഓഡ് നമ്പറാണ്. ഇങ്ങനെ 9ന്റെ മൾട്ടിപ്പിൾ നിങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയാൽ ഒരു ഓഡ് നമ്പറെങ്കിലും നിങ്ങൾ കാണാതിരിക്കില്ല. ഇനി 30 വരെ വിളിച്ചു നോക്കൂ. 30 × 9 9 27 270. അവിടെ ഒരു ഓഡ് നമ്പർ വന്നു. 31 × 9 നിങ്ങൾ ചെയ്ത് നോക്കൂ. 279. അവിടെ 2 ഓഡ് നമ്പർ വന്നു. പക്ഷേ 32 × 9 നിങ്ങൾ ചെയ്ത് നോക്കൂ. 32 × 9 എത്രയാ പറഞ്ഞു ജോസ് കിട്ടുക? 288. 32 × 9 നിങ്ങൾക്ക് 288 കിട്ടുന്നു. അപ്പോൾ 288 9ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എങ്ങനെയാണ്? 8 8 14 18 19ന്റെ മൾട്ടിപ്പിൾ ആണ്. സം ഓഫ് ഡിജിറ്റ്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ റൂട്ട് നിങ്ങൾക്ക് 9 കിട്ടിയാൽ മതി. സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കൂട്ടലിൽ കിട്ടുന്ന സാധനം. അക്കം 8 8 14 18 അതാണ് അക്കങ്ങളുടെ തുക. ഡിജിറ്റൽ റൂട്ട് 8 3 9. അപ്പൊ ഇവിടെ സം ഓഫ് ഡിജിറ്റ്സ് നിങ്ങൾക്ക് 18 കിട്ടുന്നു. 18 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അവിടെ കാണിച്ചിരിക്കുന്ന ഓരോ നമ്പേഴ്സ് നോക്കൂ, ഓരോ ഡിജിറ്റ് നോക്കൂ. 2 ഒറ്റസംഖ്യ, 8 ഒറ്റസംഖ്യ, 8 അപ്പോ ആദ്യത്തെ ഇരട്ടസംഖ്യ എന്ന ബഹുമതി കിട്ടിയത് 9ന്റെ മൾട്ടിപ്പിളിൽ എല്ലാ ഇരട്ടസംഖ്യകൾ വരുന്ന ഇരട്ട അക്കങ്ങൾ വരുന്ന ആദ്യത്തെ സംഖ്യയാണ് 288. ഇപ്പൊ പരീക്ഷയ്ക്ക് അങ്ങനെ ചോദ്യം വന്നു. താഴെ കൊടുത്തിരിക്കുന്നത് ഏത് സംഖ്യയാണ് 9ന്റെ ഗുണിതത്തിൽ എല്ലാം ഒറ്റയായിട്ട് ആദ്യം വരുന്നത്, ഇരട്ടയായിട്ട് വരുന്നത്? തിരിച്ചു ചോദിക്കാം. ഒരൊറ്റ ഡിജിറ്റ് വരാത്ത, ഒറ്റ അക്ക ഡിജിറ്റ് വരാത്ത 9ന്റെ ആദ്യത്തെ മൾട്ടിപ്പിൾ ഏത്? 288. അപ്പം ഇത് ടെക്സ്റ്റ് ബുക്ക് കാണാത്ത ചോദ്യങ്ങളാണ്. ഇനി വേറൊരു ചോദ്യം വന്നു. ആ ചോദ്യത്തിന് ആൻസർ കിട്ടേണ്ടത് 819 ആണ്.
819. 819 ആൻസർ കിട്ടുന്നത്. ഞാൻ അതിന്റെ ഓപ്ഷൻസ് വേറെ എഴുതാം. 2, 8, 1, 4, 8, 3, 6, 5, 5. എന്തായിരിക്കും ചോദ്യം എന്റെ? ഒമ്പതിന്റെ ഗുണിതം ഏതാണ്? ഇല്ല, ഫെർമിൻ ജോസ്, അങ്ങനെ ചോദിക്കാനേ പറ്റില്ല. കാരണം യു എസ് എസ് സ്റ്റുഡന്റിനോട് ചോദിക്കേണ്ട ചോദ്യമല്ല. 9ന്റെ ഗുണിതം ഏതെന്ന് ചോദിച്ചാൽ ആ കുട്ടി എന്ത് ചെയ്യും? ഇത് കൂട്ടിയാല് 9ന്റെ മൾട്ടിപ്പിൾ നോക്കും. 8, 9, 9 പാട്. അപ്പൊ ഉത്തരം എന്തായാലും ഇതായിരിക്കില്ലേ? 819 ആൻസർ. അത് ശരിയാണ്. കാരണം ഇതിൽ 9ന്റെ ഗുണിതം വരുന്നത് അതാണ്. പക്ഷേ 9ന്റെ ഗുണിതം ഏത് എന്ന് ചോദിക്കണമെങ്കിൽ അതൊരു USS ചോദ്യമാവില്ല. USSന്റെ ചോദ്യം വരുമ്പോ അതിന്റെ മേലേക്ക് പോകണം. എങ്ങനെ ചോദിക്കുക? ആർക്ക് പറയാം? സാറേ ഞാൻ പറയട്ടെ. ഒരു 3 ഡിജിറ്റ് നമ്പറിന് അതിന്റെ സം ഓഫ് ഡിജിറ്റ് കുറച്ചാല് ഇതിലുള്ള ഏത് നമ്പറാണ് കിട്ടുക? എന്താ മോളെ പേര്? റദ്വ. ഓക്കെ. ഏത് മീഡിയം? ഇംഗ്ലീഷ് മീഡിയമാണോ മലയാളം മീഡിയമാണോ? ഇംഗ്ലീഷ് മീഡിയം. പിന്നെ ഇംഗ്ലീഷ് പറ ചോദ്യം. Which of the following number is written as the sum of digit of a number subtracted by the number, 3 digit number? ശരിയായിട്ടില്ലല്ലോ ആ പറഞ്ഞത്. ഒന്നുകൂടി ശരിയാക്കി വെക്കുന്നു. ഒന്ന് മലയാളം കൂടി പറഞ്ഞോളൂ. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സംഖ്യയാണ് ഒരു 3 ഡിജിറ്റ് നമ്പറിന് അതിന്റെ സം ഓഫ് ഡിജിറ്റ് കുറച്ചാൽ കിട്ടുക? Which of the following can be the difference between a 3-digit number and the sum of its digits? അതാണ് കുറച്ചുകൂടി നല്ല ചോദ്യം. ഞാൻ ഒന്നുകൂടി പറയണോ ചോദ്യം മക്കളെ? അപ്പൊ ആ ചോദ്യം എഴുതിക്കോളൂ. ഞാൻ ബോർഡിൽ എഴുതി കാണിക്കണോ അതല്ല നിങ്ങൾ എഴുതുവോ? Which of the following can be the difference between a 3-digit number and the sum of its digits? ചോദ്യം വന്നു എന്ന് തോന്നുന്നു. ഇപ്പൊ വായിക്കാൻ കഴിയുന്നുണ്ടോ ഫെർമിൻ ജോസ്? 483 താഴെയുള്ള 655 ആ ക്വസ്റ്റ്യന്റെ നടുക്കായിരിക്കും. Which of the following can be the difference between a 3-digit number and the sum of its digits? അപ്പോ ഇതിന്റെ മലയാളം ഇതാണ്. താഴെ കൊടുത്തിരിക്കുന്ന ഏതാണ് ഒരു 3 അക്ക സംഖ്യയിൽ നിന്ന് ആ 3 അക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുക കുറച്ചാൽ കിട്ടുന്നത്? അപ്പൊ അതാണ് ഞാൻ ഫെർമിൻ ജോസ് പറഞ്ഞത്. നിങ്ങളോട് ഇതിലെ താഴെ 9ന്റെ ഗുണിതം ഏതെന്നല്ല ചോദിച്ചത്. 9ന്റെ ഗുണത്തിനുണ്ടാവുന്ന പ്രത്യേകതകളാണ് ചോദിച്ചത്. ആ രീതിയിലാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പരീക്ഷിക്കേണ്ട എന്താണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു 2 ഡിജിറ്റ് നമ്പർ തൽക്കാലം എഴുതുക. 3 പിന്നെ എഴുതാം. ഇത് 9ന്റെ മൾട്ടിപ്പിൾ അല്ല, 71 അല്ല എന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ ഇത് 9ന്റെ മൾട്ടിപ്പിൾ ആക്കാൻ പോവുകയാണ്. 7നും 1 കൂടി ഞാൻ കൂട്ടിയപ്പോൾ എനിക്ക് 8 കിട്ടി. 71 8 മൈനസ് ചെയ്താൽ എത്രയാണ്? വേഗം പറയണം. 63. മൾട്ടിപ്പിൾ ആണോ? 63. കോഹസ്റ്റിനെ വിളിക്കട്ടെ എന്നാലേ വേഗം. അപ്പോ കോഹസ്റ്റായ കുട്ടികൾക്ക് പറയാം 63 9ന്റെ മൾട്ടിപ്പിൾ ആണോ? അതെ. അതെ. ഇനി അടുത്ത പ്രശ്നം, വേറൊരു 3 ഡിജിറ്റ് നമ്പർ ആയിരിക്കും. 1 2 3 123. 9ന്റെ മൾട്ടിപ്പിൾ അല്ല നമുക്കറിയാം, കാരണം കൂട്ടി 9 കിട്ടുന്നില്ല. പക്ഷേ ഈ 123നെ ഇതിന്റെ അക്കങ്ങളുടെ തുക നിങ്ങൾ കൂട്ടി നോക്കൂ. 2 3 3 6. 123 6 മൈനസ് ചെയ്ത് നോക്കൂ.
7 117 117 കിട്ടുന്നു. ആ 117 9ന്റെ മൾട്ടിപ്പിൾ ആണോ? അതെ. അതെ. ഇനി ഒരു 4 സംഖ്യ എഴുതി വെക്കൂ. ഇത് 10 കിട്ടും കൂട്ടിയാൽ, 9ന്റെ മൾട്ടിപ്പിൾ അല്ല. ആ 4 സംഖ്യ തമ്മിൽ കൂട്ടിയാൽ നിങ്ങൾക്ക് 10 കിട്ടുന്നു. എന്നിട്ട് അതിന്റെ അക്കങ്ങളെ തുകയായ 10 നിങ്ങൾ മൈനസ് ചെയ്താൽ നിങ്ങൾ 4, 2, 2, 1 കിട്ടുന്നു. 1224 കിട്ടുന്നു. ഈ 1224 9ന്റെ മൾട്ടിപ്പിൾ ആണോ? അതെ. എങ്ങനെ അറിയാം? ആഡ് ചെയ്തു 9 കിട്ടി. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, ഏതൊരു നമ്പറും വെദർ ഇറ്റ് ഈസ് 2 ഡിജിറ്റ് ഓർ 3 ഡിജിറ്റ് അല്ലെ 5 ഏത് ഡിജിറ്റ് ആയിക്കോട്ടെ, ഏതൊരു അക്കങ്ങളുടെ തുക ഏതൊരു നമ്പറിൽ നിന്നും അതിന്റെ അക്കങ്ങളുടെ തുക കുറച്ചാൽ കിട്ടുന്നത്, മൈനസ് ചെയ്താൽ കിട്ടുന്നത്, അത് എപ്പോഴും 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ആ തരത്തിലാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളോട് 9ന്റെ മൾട്ടിപ്പിൾ എന്ന് വെച്ച് പഠിക്കുന്നവർക്കറിയാം. അതുകൊണ്ടാണ് ഈ ചോദ്യം ഡിഫറൻസ് ബിറ്റ്വീൻ 3 ഡിജിറ്റ് നമ്പർ ആൻഡ് സം ഓഫ് ഡിജിറ്റ്സ് എന്നാണ് ചോദിച്ചത്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് എല്ലാവർക്കും ഉറക്കെ വിളിച്ചു പറയാം. ശ്രദ്ധിക്കേണ്ടത്, അവരൊന്നുകൂടി ഈ വീഡിയോ കാണാൻ മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നെ ഒന്നുകൂടി വിളിച്ചാൽ മതി. ഞാൻ പറയുന്ന കുട്ടികൾ അത് ശ്രദ്ധിക്കുക. നമുക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് കിടക്കുകയാണ്. അപ്പൊ നോ പറയുന്ന കുട്ടികൾ 9ന്റെ ഒക്കെ പ്രത്യേകതകൾ മനസ്സിലാക്കി വെക്കുക. 9 ചുറ്റിപ്പറ്റിക്കൊണ്ട് ധാരാളം ചോദ്യങ്ങൾ വരും. പലപ്പോഴും 9 ഉത്തരം കിട്ടുന്നതും വരാം. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഞാൻ പറഞ്ഞല്ലോ, ഈ പവർ മാത്സിൽ നിന്ന് ചോദ്യം ഉണ്ടാവും. ഒരു വർഷം ചോദിച്ച ചോദ്യം ഇതാണ്: 2m+1 is equal to 256. അടുത്തത് 2m is equal to 16 എങ്കിൽ n-ന്റെ വില എത്രയാണ്? ആ ചോദ്യം ഒന്ന് വായിച്ചു നോക്കൂ ഫർഗൻജസ്. ഓ, മൈക്ക് മ്യൂട്ടാണല്ലോ. ശരി, ആ ചോദ്യം ഒന്ന് വായിച്ചു. 2m + n is equal to 256. 2m is equal to 16 എങ്കിൽ n-ന്റെ വില എത്ര? 5 ആണോ ഉത്തരം? നോക്കാം, എത്രയാണെന്ന് നോക്കാം. എല്ലാം ചെയ്യട്ടെ. ആൻസർ കിട്ടിയോ? Yes, 2m + n is equal to 256. 2m 16 ആണ്. n-ന്റെ വില എത്ര എന്നാണ് ചോദ്യം. പവർ മാത്സിൽ വരുന്ന ചോദ്യമാണ്. നിങ്ങളുടെ ഈ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷനായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം ചോദ്യങ്ങളൊക്കെ വരാം. അതുകൊണ്ടാണ് ഇങ്ങനെ പരിചയപ്പെടുത്തുന്നത്. ഇത് ഞാനിവിടെ വിവരിക്കണമെങ്കിൽ വിവരിക്കാം, ഇല്ലെങ്കിൽ മുന്നോട്ട് പോകണമെങ്കിൽ മുന്നോട്ട് പോകാം. നിങ്ങൾ പറയും. സർ ഒന്ന് വിവരിക്കോ? വിവരിക്കാം. ഇപ്പൊ മക്കൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 2 കൊടുത്താൽ ഇവിടെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ, സമചതുരത ഇപ്പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ
ഇവിടെ എപ്പോഴും 2ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് ഉണ്ടാവുക. അതാണ് മനസ്സിലാക്കുക. ഇവിടെ 2 കൊടുത്തു, ഇവിടെ 16 കൊടുത്തു. അതും 16 എന്നുള്ള സംഭവം 2ന്റെ മൾട്ടിപ്പിൾ ആണ്, 2ന്റെ പവർ ആയിട്ട് എഴുതാൻ പറ്റും. ഇനി ഇവിടെ 3 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് എപ്പോഴും 3ന്റെ മൾട്ടിപ്പിൾ ആയ സംഖ്യ വരിക. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 3ന്റെയും 2ന്റെയും മൾട്ടിപ്പിൾ ഒരുപാട് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഞാൻ ഉദ്ദേശിച്ചത് ഈ 3 3 1 3 ആണ്, 3 2 അത് 9 ആണ്, 3 3 27 ആണ്, 3 4 81 ആണ്. അപ്പൊ അത് 3 5ലേക്കും 3 6ലേക്കും എല്ലാം ഇങ്ങനെ പോയി നോക്കണം നിങ്ങൾ. അപ്പൊ പെട്ടെന്ന് എനിക്ക് മനസ്സിലാവും. അതുപോലെ 2 10 വരെ നിങ്ങൾ പഠിച്ചു വെക്കണം. അത് വേഗം കഴിയല്ലോ. 2 5 എന്ന് പറഞ്ഞാൽ 32 ആണ്. 2 10 എന്ന് പറഞ്ഞാൽ 32 കുറിച്ചായിരിക്കുന്ന 1024 ആണ്. അപ്പൊ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പൊ 2ന്റെയും 3ന്റെയും പവർ ഒരു 4-5 സ്റ്റെപ്പെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അങ്ങനെയാകുമ്പോൾ ഈ ചോദ്യം എളുപ്പം കഴിയും. ഇപ്പൊ 2m+n എന്ന് അവിടെ എഴുതിയിട്ട് നിരഞ്ജന പറയൂ, ഈ 256നെ എനിക്ക് 2 എത്ര എന്ന് എഴുതാം? ആർക്കും പറയാം. 256 എഴുതാം. 2 എഴുതാം നിരഞ്ജന. ഇപ്പൊ മനസ്സിലായോ? 2 എന്ന് എഴുതാം. ഈ 2 8 പ്രാവശ്യം എഴുതി കുടിച്ചാൽ എത്രയാണ് എന്നാണ് ചോദ്യം. പോയോ? കോഹോസ്റ്റായ കുട്ടി പറയൂ, 2 8 പ്രാവശ്യം എഴുതി കുടിച്ചാൽ എത്രയാണ്? 286. 256 ആയിരിക്കും. 2 9 പ്രാവശ്യം എഴുതി കുടിച്ചാലോ? 256ന്റെ ഇരട്ടി അല്ലേ? 256ന്റെ ഇരട്ടി എത്രയാ? ഡബിൾ. അപ്പൊ ഞാൻ മൈക്ക് നോട്ട് ചെയ്യട്ടെ, എന്നാലും എല്ലാ കുട്ടികളും ഈ രംഗത്ത് വരും. നോക്കട്ടെ, 256 ഇരട്ടി എത്രയാണ്? കുട്ടികളാണ് 2/9 എന്നത് 512 ആണെങ്കിൽ 2/10 എന്നത് 512ന്റെ ഇരട്ടിയാണ്. 2/10 എത്രയാണ്? 1024. കാലത്ത് കോഹോസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് 2-3 കുട്ടികൾ ഇങ്ങോട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ ക്ലാസ് എളുപ്പമാവും. അതുകൊണ്ടാണ് 3-5-10 കുട്ടികളേക്ക് കോഹോസ്റ്റ് ആക്കാൻ പറ്റും. ക്ലാസ് തുടങ്ങുന്നതിന് ഒരു 1/4 മണിക്കൂർ മുമ്പ് വന്നാൽ മതി മക്കൾ. ശരി, ഇവിടെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന 2m+1 എന്ന് = 2:8 എന്ന് എഴുതിയിട്ടുണ്ട്. 2 നമ്മൾ ഒഴിവായി കഴിയും. അപ്പൊ m+n = 8 എന്ന് ലഭിക്കും. നമ്മളോട് എമ്മിന്റെ വില ചോദിച്ചത്. ഇനി ഇവിടത്തേക്കൊന്ന് നോക്കാം. നമുക്ക് ഇവിടെ ഒരു കാര്യം 2m = 2/4 എന്ന് എഴുതാനും. അപ്പൊ നമുക്കിവിടെ 2 വെട്ടിക്കളിയാം. 2 വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചോദിച്ചിരിക്കുന്ന എന്നിന്റെ വിലയാണ്. എമ്മിന്റെ വില ചോദിക്കൂല, എന്നിന്റെ വിലയാണ് ചോദിക്കുന്നത്. എന്നിന്റെ വില എത്ര? അപ്പൊ അങ്ങനെയാണെങ്കിൽ m = 4 കിട്ടി. ശരി, ഇനി എന്താ ചെയ്യേണ്ടത്? എമ്മിന്റെ വില 8നോട് കുറയ്ക്കണം. 8 - 4 = 4. ഇവിടെ 8 കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ m എത്ര? n എത്ര? m-ഉം n-ഉം 4. എത്ര വരും? 4 വരും. അപ്പൊ 2ഉം 4 വെച്ചാന്നുള്ളത് ഇപ്പൊ മനസ്സിലായി. പെർലിൻ ജോസ്, അത് മനസ്സിലായോ? യെസ്. അപ്പൊ നേരത്തെ 5 ആയിരുന്നു എന്ന് പറഞ്ഞു തോന്നുന്നു, അല്ലേ? ഓപ്ഷൻ തരാതെ തന്നെ വിളിച്ചു പറഞ്ഞു 5 എന്നുള്ളത്. അതാണെന്ന് എനിക്ക് തോന്നുന്നത്. ശരി, ഇനി നമുക്ക് വേറൊരു ചോദ്യത്തിലേക്ക് പോകാം. ആ ചോദ്യം ഒരു ചിത്രമാകാമെന്ന് എനിക്ക് തോന്നുന്നു. ആ ചിത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വരയ്ക്കാം. ഒന്ന് റഫായിട്ട് വരച്ചാൽ മതി. ശ്രദ്ധിക്കുക. നമുക്ക് PQ എന്നൊരു വര വരയ്ക്കാം.
അത് ഇങ്ങനെ കൊടുത്തു, ഇങ്ങനെ കൊടുത്തു, ഇവിടുന്ന് ഇങ്ങോട്ട് പോയി. ഇതിൽ നിന്ന് ഈ ഭാഗം നമുക്ക് ഈ ഒരു ആംഗിൾ 35 ഡിഗ്രി അടയാളപ്പെടുത്താം. ഈ ഒരു ആംഗിൾ നമുക്ക് 45 ഡിഗ്രിയും എന്ന് അടയാളപ്പെടുത്താം. നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്, ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? 100. ശരിയാ, 100 ആണ്. അത് കണ്ടുപിടിക്കാൻ 1-2 വഴികളുണ്ട്. ഒരു വഴി ഇതാണ്, ഇത് 35 ആകുമ്പോൾ ഇത് എന്തായാലും 35 ആയിരിക്കും. കാരണം ഓൾട്ടർനേറ്റ് ആംഗിൾ അല്ലെങ്കിൽ മറുകോൺ നിങ്ങൾ കണ്ടതാണ്. അപ്പൊ 35, ഇത് 35 കിട്ടും. 35 45 കൂടി കൂട്ടിയാൽ നിങ്ങൾക്ക് അറിയാം 80 ആണ് സത്യം. ഒരു ത്രികോണത്തിന്റെ 3 കോണുകളുടെ അളവുകളുടെ തുക 180 നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഇത് 100 ആയിരിക്കും. അത് എളുപ്പം കഴിയുന്നതാണ്, അത്ര ചോദ്യത്തിന് പ്രശ്നമില്ല. നോക്കാം. ഇനി ഞാൻ വെറുതെ ഇടയ്ക്ക് ഒരു കുസൃതി ചോദ്യം ചോദിക്കുന്നതാണ്, ഒരു സുഖാനല്ലോ. ഞാൻ 4 എഴുതി, പിന്നെ ഞാൻ 9 എഴുതി, പിന്നെ 20 എഴുതി. 9, 4, 9, 20, 43 എഴുതി, പിന്നെ 90 എഴുതി. ഇങ്ങനെ എഴുതി പോവുകയാണ്. ഇത് എഴുതുമ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. നമ്മുടെ USSന്റെ പരീക്ഷ കഴിഞ്ഞ് ഇനിയിപ്പോ നമുക്ക് മാർച്ച് മാസത്തിലുള്ള പരീക്ഷ ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ തന്നെ അടുത്ത വർഷത്തേക്കുള്ള 8ാം ക്ലാസ്സിലേക്കുള്ള NMOC ക്ലാസ് ആരംഭിക്കുകയായി. കാരണം NMOCയുടെ ക്ലാസ്, NMOCയുടെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് ജയിച്ചാൽ 48,000 രൂപയാണ്. ഒരു വർഷം 12,000 രൂപ കിട്ടുന്ന പരീക്ഷയാണ് അടുത്ത പ്രാവശ്യം നേരിട്ടത്. നിങ്ങളോട് പറയട്ടെ, അവിടെ സാറ്റ് എന്ന പേപ്പറിൽ 20 മാർക്കാണ്. സാറ്റാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം കുട്ടികൾക്ക് ടഫായത്. അപ്പൊ അതുകൊണ്ട് തന്നെ സാറ്റ് എന്ന പേപ്പർ അത് നന്നായിട്ട് നിങ്ങൾക്ക് നേരിടണമെങ്കിൽ തുടക്കത്തിലെ ക്ലാസ്സുകൾ ലഭിക്കേണ്ടിയുണ്ട്. അപ്പൊ അതിന്റെ ഒരു കോഴ്സ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ് ഈ പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ. താല്പര്യമുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അതിൽ കണക്കിന് മാത്രമായിട്ട് ഞങ്ങൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് 8ാം ക്ലാസ് തുടക്കത്തിലൊക്കെ കണക്കിന്റെ പേപ്പറൊക്കെ എളുപ്പമാവും. മാത്രമല്ല അടുത്ത പ്രാവശ്യം 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് മാറുകയാണ്. അപ്പൊ അതുകൊണ്ട് അതിലൊരു പ്രാക്ടീസ് നിങ്ങൾക്കാവും. ഈ പരീക്ഷ USSന്റെ പരീക്ഷ കഴിഞ്ഞാലും നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ട് എന്നുള്ള വിവരം നിങ്ങൾ അറിയിക്കുകയാണ്. അതിന് പ്രത്യേക ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. താല്പര്യമുള്ളവർ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വിളിക്കാം. യെസ്, ഈ ചോദ്യത്തിന്റെ ആൻസർ ഒന്ന് പറയാം. അടുത്ത നമ്പർ ഏതായിരുന്നു? സാർ 123 ആണോ? 185. ഒരു മിനിറ്റ്, ഞാൻ ഓപ്ഷനിൽ എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കട്ടെ, എന്നിട്ട് പറയാം. ഓപ്ഷനിൽ 185 പറഞ്ഞതുണ്ട്, 172 ഉണ്ട്, 179 ഉണ്ട്, 165 ഉണ്ട്. 185. ആയിക്കോട്ടെ, 155. യെസ്, 185 കിട്ടിയ ഒരു കുട്ടി പറയൂ, എങ്ങനെയാണ് 185 കിട്ടിയത്? 90 × 2 + 5. എങ്ങനെ? 90 × 2 + 5. 90 × 2 അത് 180 ആണ്. അതിന്റെ കൂടെ 5 കൂട്ടി. അതെന്താ അങ്ങനെ ചെയ്യാൻ കാരണം? 4 + 4 + 1 ആണ് 9. 4 × 2 + 1 ആണ് ഈ 9 അർത്ഥം അല്ലേ? 9 × 2 + 2 ആണ് 20. ഓഹോ, അത് ശരി. പിന്നെ 20 × 2 + 3 ആണ് 43. ഓഹോ, പിന്നെ 43 × 2 + 3 + 4 ആണ് 90. +4 ആണ് 90. പിന്നെ അപ്പം 90 × 2 + 5. അങ്ങനെയാണ് കിട്ടുക. മറ്റുള്ള കുട്ടികൾ എന്ന് പറയുന്നു, മനസ്സിലായോ മക്കൾക്ക്? അടുത്ത ചോദ്യം ഞാൻ വേണമെങ്കിൽ ഇവിടെ എഴുതാം, നിങ്ങളുടെ സൗകര്യം. ഒറ്റ ചോദ്യം കൂടി തന്ന് അവസാനിപ്പിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ഞാൻ തരാം.
അതുകൂടി കണ്ടിട്ട് പോയാൽ മതി. ചോദ്യം ഇതാണ്. A 2-digit number divided by എന്തൊക്കെയോ വരുന്നുണ്ടോ, പറയുന്ന കാര്യം നല്ല വരുന്നു. A 2-digit number divided by another 2-digit number gives 5, 3, 7, 5. What is the sum of the digits? What is the sum of the numbers? ശരി, ഇതില് പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ല വന്നത്, എന്നാലും ഞാൻ ഒന്ന് വായിക്കാം. ചോദ്യം എന്താണെന്ന് പറയാം. ഒരു രണ്ടക്ക സംഖ്യയെ വേറൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 5.375 കിട്ടി. ഇതിലെന്താണ് എഴുതിയെന്ന് നിങ്ങൾ നോക്കട്ടെ, ഞാൻ കാര്യം അങ്ങ് പറഞ്ഞുതരാം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 5.375 കിട്ടി. 5.375 അത് അവിടെ മാറ്റിയില്ല. 5.375 ആണ് കിട്ടിയത്. എപ്പോഴും വരുന്ന ചോദ്യം കേട്ടോ, എപ്പോഴും വരുന്ന ചോദ്യം. ഒരു രണ്ടക്ക സംഖ്യയെ വേറൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് 5.375 കിട്ടിയത്. അപ്പം അങ്ങനെ 5.35 കിട്ടിയെങ്കിൽ ആ രണ്ടക്ക സംഖ്യകളുടെ തുക എത്രയാണ്, കൂട്ടിയാൽ എത്രയാണെന്നാണ് ചോദ്യം. ഇത് സ്ഥിരം വരുന്ന ചോദ്യമാണ്, അതാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഒരു രണ്ടക്ക സംഖ്യയെ വേറെ രണ്ടക്ക സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇപ്പൊ ഏതോ ഒരു രണ്ടക്ക സംഖ്യ വേറെ രണ്ടക്ക സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തു കിട്ടി. ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് 5.375 ആണ് കിട്ടിയത്. ആ രണ്ടക്ക സംഖ്യ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? പെർമിൻജോസ് നനങ്ങാതിരിക്കും. മറ്റുള്ള കുട്ടികൾ പറയട്ടെ. 86/16. സൈലന്റ് ആക്കൂ പെർമിൻജോസ്. ഞാനല്ല. ആ ഓക്കെ, അടുത്ത ആളാരാണ്? മുസമ്മിൽ. അടുത്താളാക്കട്ടെ. രണ്ടുപേരും ഒന്ന് അവിടെ ഫോൺ ഓഫ് ചെയ്യും. മറ്റുള്ള കുട്ടികൾ പറയട്ടെ. ആരെങ്കിലും ആർക്കെങ്കിലും ആൻസർ മറ്റുള്ള കുട്ടികൾക്ക് 100-ലധികം കുട്ടികളുള്ളതാണ്. മറ്റുള്ള കുട്ടികൾ പറയും. മുസമ്മിലും പെർമിൻജോസും ലാസ്റ്റ് പറഞ്ഞാൽ മതി. ആർക്കെങ്കിലും ഇതിന്റെ ആൻസർ അറിയാമോ? 53.75 ഡിവൈഡഡ് ബൈ 10. അവിടെ കിട്ടും. ശരി, അപ്പോ ആർക്കെങ്കിലും ഇതിന്റെ ആൻസർ അറിയാമോ? ഒരു സ്കൂളിന്റെ പേര് വിളിക്കുന്നു. ആ സ്കൂളിൽ ഒരു കുട്ടി ആരെങ്കിലും ഉണ്ട്, മുന്നോട്ട് വന്നാൽ മതി, ഞാൻ സഹായിക്കും. സെന്റ് ട്രീസ സ്കൂളിലെ കുട്ടികൾ, കണ്ണൂർ സെന്റ് ട്രീസ സ്കൂളിലെ കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? സെന്റ് ട്രീസ എന്താ പേര്? ഗായത്രി. ഗായത്രിക്ക് ഇതിന്റെ ആൻസർ അറിയാമോ? ഇല്ല സർ. ഇല്ല. ഇപ്പൊ ഗായത്രി, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് പറ്റുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി. ഈ 5.375 എന്ന് പറഞ്ഞ ആള് 5.375 എന്ന് പറയുന്നത് സത്യത്തിൽ എന്താണ്? 5375/1000. അത് റെഡി. 5375 5375 ഡിവൈഡഡ് ബൈ 1000 ആണല്ലോ ഈ 5.375 എന്ന് പറയുന്ന ആള്. അപ്പൊ മോളോട് ഞാൻ ചോദിക്കുന്നു,
ഒരു 4 അക്ക സംഖ്യയെ വേറൊരു 4 അക്ക സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 5.375 കിട്ടി എന്ന് ഞാൻ ചോദിച്ചാൽ ആ 4 അക്ക സംഖ്യകൾ ഏതൊക്കെയാണ്? ഒരു 4 അക്ക സംഖ്യയെ വേറൊരു 4 അക്ക സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എനിക്ക് 5.375 കിട്ടി എന്ന് ഞാൻ ആ 4 അക്ക സംഖ്യകൾ ഇത് രണ്ടുമല്ലേ? അപ്പൊ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഈ 4 അക്ക സംഖ്യയെ എങ്ങനെ 2 അക്ക സംഖ്യയിലേക്ക് കൊണ്ടുവരാം എന്നാണ് നമുക്ക് നോക്കേണ്ടത്. സിംപ്ലിഫൈ ചെയ്തു. ശരി, സിംപ്ലിഫൈ ചെയ്തോളൂ. 5375 നമ്മൾ ഫാക്ടറൈസ് ചെയ്യുന്നു. 5 അവസാനിക്കുന്ന ആയതുകൊണ്ട് ഏറ്റവും സുഖം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും. 5375 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? പെർമിൻ ജോസ്, ഈ 5375 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? 1075. ഉറപ്പാണ്? യെസ്. ശരി, അങ്ങനെയാണെങ്കിൽ വീണ്ടും ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെയാണെങ്കിൽ നേരത്തെ ആ പറഞ്ഞ ഗായത്രി തന്നെ പറയൂ. 1075 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ് മോളെ? 213. എത്രയാണ് പെർമിൻ ജോസ്? 43. എത്രയാണ് മുസമ്മിൽ എത്രയാണ്? 215. മുസമ്മിലോടാണ് എന്റെ ചോദ്യം. 1075 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്രയാണ് മോനെ? 250. അല്ലല്ലോ, എത്രയാണ് മക്കൾ പറ? 215. സാറ് ഞാൻ പറയട്ടെ, ആ 215 ആണോ? 200. മുസമ്മിൽ 250 എന്നാണ് പറഞ്ഞത്, 15 എന്നാണോ പറഞ്ഞത്? 15. ആ, അതാണ് എനിക്ക് കിട്ടാത്തത്. ഓക്കെ, ശരി, 15 ആണ് മുസമ്മിൽ പറഞ്ഞത്. ശരിയാണ്, 15 ആണ്. അങ്ങനെയാണെങ്കിൽ 215 5 കൊണ്ട് ഡിവൈഡ് എത്രയാണ് മുസമ്മിലെ? 43. ഈ 43 ഒരു പ്രൈം നമ്പർ അല്ലേ? യെസ്. അപ്പൊ പ്രൈം നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഗായത്രി അവിടെ അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അവിടെ 2 വര നമ്മൾ അവിടെ വരച്ചിട്ടുണ്ട്. പക്ഷേ 5375 കിട്ടാൻ 5നെ 5 കൊണ്ട് ഗുണിച്ചു, വീണ്ടും 5 കൊണ്ട് ഗുണിച്ചു, 5 3 പ്രാവശ്യം വേണ്ടി ഗുണിച്ചു, പിന്നെ 43 കൊണ്ട് ഗുണിച്ചാലാണല്ലോ ഈ 5375 കിട്ടുക എന്ന് വ്യക്തമായത്. ആട്ടെ ഗായത്രി, ഈ അടിയിലുള്ള 1000 ഉണ്ടല്ലോ, ആ 1000ത്തെ ഒന്ന് ഫാക്ടറൈസ് ചെയ്തേ. 2 കൊണ്ട് ചുരുക്കാം, എത്ര കിട്ടും? 500. ശരി, ഗായത്രി പറയട്ടെ. ഗായത്രി, ഇനി ഞാൻ BM പോവുകയാണ്. BM സ്കൂളിലെ കുട്ടികൾ ആരെങ്കിലും ഇതിലുണ്ടോ? BM കോഴിക്കോട്. എന്താ പേര്? ാണോ പേര്? യെസ്. BM കുട്ടി പറയൂ. 500നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്രയാണ്? 250 സർ. 250 ആണ് സർ. എന്താ മോളെ പേര്? അനന്തിത. ആ, എങ്കിൽ 250 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്രയാണ്? അതിന്റെ പകുതി. സാറ് ഞാൻ പറയട്ടെ, 122. ശരി, ഗായത്രി 125 നമുക്ക് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടുമ്പോൾ? 25. 25. നമുക്ക് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ മോളെ?
5. 5. 5 കിട്ടും. ആ 5 ഒരു പ്രൈം നമ്പർ അല്ലേ? Yes. Yes. ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. അപ്പൊ 1000 സ്പ്ലിറ്റ് ചെയ്തപ്പോൾ 2 അവസാനം 5 കിട്ടിയില്ലേ ഗായത്രി? Yes, sir. അപ്പൊ ഗായത്രി നോക്കൂ, മേലുള്ള 3 5 നമ്മളെ നോക്കി ചിരിക്കുന്നു, താഴെയുള്ള 3 5 നമ്മളെ നോക്കി ചിരിക്കുന്നു. മേലെ താഴെ ഒരേപോലെ വന്ന അങ്ങോട്ട് പോയി വെട്ടിക്കളിയാം. Okay, sir. ശരി. 43 മാത്രമുണ്ട്. ഗായത്രി മറുപടി പറയണേ. 43 മാത്രമുണ്ട്. താഴെ 2x2 ആയ 8 ഉണ്ട്. ഗായത്രി ഒരു രഹസ്യം അറിയട്ടെ, പറയട്ടെ. Yes, sir. ഗായത്രിയോട് രഹസ്യം പറയട്ടെ. Yes, sir. 43 8 കൊണ്ട് ഡിവൈഡ് ചെയ്താലും 5.375 തന്നെയായിരിക്കും. കാരണം നമ്മൾ 5375 ഒരേ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇതിലേക്ക് വന്നതെങ്കിൽ 43 എന്ന രണ്ടക്ക സംഖ്യയെ 8 എന്ന ഒരക്ക സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താലും ഇത് തന്നെ കിട്ടും. പക്ഷെ നമ്മൾ ചോദ്യം അതല്ലോ ഗായത്രി. ഒരു രണ്ടക്ക സംഖ്യയെ വേറെ രണ്ടക്ക സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എന്താണ്? മേലുള്ളത് മാത്രമേ രണ്ടക്ക സംഖ്യ ആയിട്ടുള്ളൂ, താഴെയുള്ള 8 രണ്ടക്ക സംഖ്യയല്ല. 8 ഏറ്റവും ചുരുങ്ങിയ രണ്ടക്ക സംഖ്യ ആക്കണമെങ്കിൽ 8നെ ഞാൻ ഏത് സംഖ്യ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം ഗായത്രി? 8 into 2. ഏറ്റവും ചുരുങ്ങിയ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. ഏറ്റവും ചുരുങ്ങിയ ആയിരിക്കല്ലേ 2 കൊണ്ട്. ഈ താഴത്തെ അതായത് ഡിനോമിനേറ്ററിനെ ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മേലെയുള്ള ആൾ വെറുതെ ഇരിക്കുമെന്ന് ഗായത്രിക്ക് തോന്നുന്നുണ്ടോ? No, sir. അപ്പോൾ 43 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. പറയും ഗായത്രി. 43 2 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 86 ആണ്. അപ്പൊ രണ്ടക്ക സംഖ്യ മേലത്തെ കിട്ടി. രണ്ടാമത്തെ രണ്ടക്ക സംഖ്യ ഏതായിരിക്കും? 16. നമ്മുടെ ചോദ്യം എന്താണ്? Sum of the numbers. അപ്പോ 86 + 16 എത്രയാണ് മോളെ? എത്രയാണ് മുസ്തഫിൽ 86 + 16? 102. 100. നമുക്ക് ഇന്നത്തെ ഹോംവർക്കിലേക്ക് പോകാം. ഇന്നത്തെ ഹോംവർക്ക് കുട്ടികൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഇന്നത്തെ ഹോംവർക്ക് ഇതാണ്. ആ ഹോംവർക്കിന്റെ ഉത്തരമാണ് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയേണ്ടത്. അടുത്ത ക്ലാസ്സിൽ പറയേണ്ട യൂട്യൂബിലൂടെ ക്ലാസ് വരുന്ന സമയത്ത് കമന്റ് ചെയ്താൽ മതി എന്നർത്ഥം. യൂട്യൂബിലൂടെ ക്ലാസ് വരും, അന്നേരം മക്കൾ കമന്റ് ചെയ്താണ്. ചോദ്യം വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ചോദ്യം ഇതാണ്. ചോദ്യം ഞാൻ ഷോർട്ടായിട്ട് എഴുതാം. HW. കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. 2 4 6 ഇങ്ങനെ 200 വരെ പോവുകയാണ്. ഈവൻ നമ്പേഴ്സ് ആണ്, ഇരട്ട സംഖ്യ. 2 മുതൽ 200 വരെയുള്ള ഇരട്ട സംഖ്യകൾ അതിങ്ങനെ അതിന്റെ സമ്മ് കണ്ടുപിടിക്കുക. ഇപ്പൊ കണ്ടുപിടിക്കണ്ട, പിന്നെ കണ്ടുപിടിച്ചാൽ അതിന്റെ സമ്മിൽ നിന്ന് 1 3 5 എന്നിങ്ങനെ പോകുന്ന 199 വരെയുള്ള ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് കുറച്ചാൽ, മൈനസ് ചെയ്താൽ, അല്ലെങ്കിൽ ഡിഫറൻസ് കണ്ടാൽ എന്ത് കിട്ടുമെന്നാണ് ചോദ്യം. അതിന്റെ ഓപ്ഷൻസ് ആണ് എഴുതാൻ പോകുന്നത്. ഇപ്പൊ ആരും വിളിച്ചു പറയണ്ട, ഞാൻ പറഞ്ഞു. ഇപ്പം വിളിച്ചു പറയണ്ട, ഓപ്ഷൻസ് ആണ് തരാൻ പോകുന്നത്. ഇത് ഹോംവർക്ക് ആണെന്നുള്ള മേലെ എഴുതിയിട്ടുണ്ട്. അവിടെ ഇതിനെ വിളിച്ചു പറയുന്നത് 0, 50, 100 and 200. ഇതാണ് ചോദ്യം. മുസ്തഫിൽ ആ ചോദ്യം ഒന്ന് വായിച്ചോ. പെർമിൻ ജോസ് ആ ചോദ്യം ഒന്ന് വായിച്ചു. 2, 4, 6 എന്നിങ്ങനെ 200 വരെയുള്ള ഈവൻ നമ്പറുകളിൽ നിന്നും 1, 3, 5 എന്ന് തുടങ്ങുന്ന 199 വരെയുള്ള ഓഡ് നമ്പേഴ്സ് സമ്മ കുറച്ചാൽ നമുക്ക് എത്രയായിരിക്കും ഉത്തരം? നമുക്ക് എത്രയായിരിക്കും ഉത്തരം? ഇതാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, പിടിച്ചോളൂ.
How many 3-digit numbers are there whose product of digit a prime number? ആ ചോദ്യം ഇവിടെ ഒന്ന് വായിച്ചു. How many 3-digit numbers are there whose product of a prime number? ക്ലിയർ ആയില്ല വായിച്ചത്. How many 3-digit numbers are there whose product of digit a prime number? ഓക്കെ, ഗായത്രി ഈ രണ്ട് ചോദ്യം ഒന്ന് വായിച്ചോളൂ. How many 3-digit numbers are there whose product of digit a prime number? 10ാമത്തെ 10th ഓഡ് നമ്പർ ഏതാണ്? 10th ഓഡ് നമ്പർ ഏതാണ്? എല്ലാവരും ചോദിക്കുന്നു 10ാമത്തെ ഓഡ് നമ്പർ ഏതാണ്? അത് കണ്ടുപിടിക്കുന്ന എളുപ്പമാർഗം ശ്രദ്ധിച്ചോളൂ. എളുപ്പമാർഗം 10നെ ഡബിൾ ചെയ്യുന്നു, 1 കുറയ്ക്കുന്നു. 10നെ ഡബിൾ ചെയ്യുന്നു, 1 കുറയ്ക്കുന്നു. 50ാമത്തെ ഓഡ് നമ്പർ കണ്ടുപിടിക്കാൻ 50നെ ഡബിൾ ചെയ്യുന്നു, 1 കുറയ്ക്കുന്നു. 50നെ ഡബിൾ ചെയ്താൽ 100 ആണ്, അതിൽ 1 കുറച്ചാൽ 99 ആണ്. 49 എന്ന സംഖ്യ എത്രാമത്തെ ഓഡ് നമ്പർ ആണെന്ന് കണ്ടുപിടിക്കാൻ 49 1 കൂട്ടുന്നു, പകുതിയാകും. 49 1 കൂട്ടി 50, 50ന്റെ പകുതി 25. അപ്പൊ 25ാമത്തെ ഓഡ് നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ 25നെ ഇരട്ടിയാക്കുന്നു, 1 കുറയ്ക്കുന്നു. 25ന്റെ ഇരട്ടി 50, 1 കുറച്ചത്. ഇതൊക്കെ മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഇന്നത്തെ ചോദ്യം ഇതാണ്. ഈ ചോദ്യത്തിന് നിങ്ങൾ ആൻസർ ചെയ്യുക. ഇന്ന് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും നല്ലൊരു ദിവസം നേരുന്നു. നന്നായിട്ട് പഠിക്കുക ഇനിയുള്ള ദിവസങ്ങളിൽ. കാരണം ഈ ഒഴിവ് സമയത്ത് പരമാവധി നിങ്ങൾ പഠനത്തിനായിട്ട് ഉപയോഗിക്കുക.